ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സ്കാമാണ്, ഫേക്കാണ് എന്നെല്ലാം പറഞ്ഞ ഹാംസ്റ്റർ കോമ്പറ്റിൻ്റെ എയർ ഡ്രോപ്പ് ലൊക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ എല്ലാവർക്കും ഹാംസ്റ്റർ കോമ്പറ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ എയർ ഡ്രോപ്പിൽ നമ്മുടെ കോയിൻസ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എത്ര എയർ ഡ്രോപ്പ് നമുക്ക് ലഭിച്ചു എന്നുള്ളതും എയർ ഡ്രോപ്പിന് എത്രയാണ് പ്രീ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നുള്ളതും അത് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര INR നമ്മുടെ ബാങ്കിലേക്ക് എത്ര ക്യാഷ് ക്രെഡിറ്റ് ആവും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എയർ ഡ്രോപ്പിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തതിനാണ്. നമുക്കിവിടെ കാണാം, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 2500 ടോക്കൻസ്, ഹാംസ്റ്റർ ടോക്കൻസാണ് നമുക്ക് കിട്ടിയിരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് പാസീവ് ഇൻകത്തിൽ നിന്നാണ്. പാസീവ് ഇൻകത്തിൽ നിന്ന് നമുക്ക് 1461 കോയിൻ കിട്ടിയിട്ടുണ്ട്. എയിം ടാസ്കിൽ നിന്ന് നമുക്ക് 139 കോയിൻ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് 23 ഉള്ളൂ. നമുക്ക് അധികം ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അച്ചീവ്മെൻറ്റ്സിൽ നമുക്ക് 118 കോയിൻ കിട്ടിയിട്ടുണ്ട്. കീസിൽ നിന്ന് നമുക്ക് 778 കോയിൻ കിട്ടിയിട്ടുണ്ട്. കീസ് നമ്മൾ ബോട്ട് വഴിയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ ചീറ്റിംഗ് ഈസ് ബാഡ് ഒന്നും കിട്ടിയില്ല. നമ്മൾ ടൈം ഒക്കെ കുറച്ച് ഇടവിട്ടിട്ടാണ് നമ്മൾ ക്ലൈം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാവാം നമുക്കത് ബാനൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് 2521 ഹാംസ്റ്റർ ടോക്കനാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ 2521 296 ടോക്കൻ നെക്സ്റ്റ് അൺലോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. നമുക്കത് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല, ക്ലൈം ചെയ്തെടുക്കാൻ പറ്റില്ല. അൺക്ലൈംഡ് എന്ന് പറഞ്ഞാൽ 2244. ഈ അൺക്ലൈംഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോക്കൺ മാത്രമാണ് നമുക്ക് ക്ലൈം ചെയ്ത് ക്യാഷാക്കി മാറ്റാൻ പറ്റുള്ളൂ. അത് ഒരു സ്ട്രാറ്റജിയാണ്. അത് ഹാംസ്റ്റർ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ടോക്കണിൻ്റെ പ്രീ മാർക്കറ്റ് വാല്യൂ എത്ര വരിക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈബിറ്റിൽ ഇപ്പോൾ ഹാംസ്റ്ററിൻ്റെ ടോക്കണിൻ്റെ പ്രീ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര ക്യാഷ് കിട്ടും എന്നുള്ളത് അറിയാമല്ലോ. ബൈബിറ്റിൽ സ്പോട്ടിൽ പോയി പ്രീ മാർക്കറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റിൽ ഹാംസ്റ്ററിൻ്റെ വാല്യൂ എടുക്കുന്നത് 0.084 ആണ് അവർ പറയുന്നത്. 0.09 വരയ്ക്കൊക്കെ ഇത് കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് കാൽക്കുലേറ്റ് ഈ പ്രീ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടൊന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ 2500 ടോക്കൺ കിട്ടിയ ആൾക്ക് എത്രയാണ്? എനിക്കിപ്പോൾ 2500 ഏകദേശം കിട്ടിയത്. അപ്പോൾ 2500 ടോക്കൺ കിട്ടിയ ആൾക്ക് പ്രീ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് 0.09 എടുക്കുകയാണെങ്കിൽ $225 $0.084 0.9 വരയ്ക്ക് അത് കയറിയിട്ടുണ്ട്. $225 $225 നമുക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ കിട്ടുക. $225 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്യാഷിൽ ഒരു USDT എന്ന് പറയുമ്പോൾ ഒരു 89 പിടിക്കുകയാണെങ്കിൽ നമുക്ക് 20,000 രൂപയാണ് INR. 20,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ഇതൊരു ഏകദേശം എമൗണ്ടാണ്. ഈ പ്രീ മാർക്കറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്നത് ഇത് തന്നെയാവണമെന്നില്ല. ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇത് കയറി ഇറങ്ങി വരാം. അതുകൊണ്ട് അപ്പോൾ ഹാംസ്റ്റർ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തപ്പോൾ 0.104 ആയി. അപ്പോൾ ഇതിങ്ങനെ കയറി ഇറങ്ങി വരും, അപ്പ് ആൻഡ് ഡൗൺ വരും. ഇപ്പോൾ ഈ കറണ്ടിൽ വന്നിരിക്കുന്ന ഈ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൂടുതൽ എമൗണ്ട് കിട്ടും. 0.01 ആണ് വന്നത്. 0.1 ആണ് വന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കി നോക്കാം. 2500 ഇൻറ്റു 0.104 അല്ല ഇപ്പോൾ അവിടെ എടുക്കുന്നത് 0.104. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 2500 ടോക്കൺ കിട്ടിയ ഒരാൾക്ക് 260 USDT കിട്ടും. 260 USDT എന്ന് പറയുമ്പോൾ ഒരു USDT നമുക്ക് ഏകദേശം 85 to 90 ഇടയിലാണ് വരിക. അപ്പോൾ അത് അധികം ഫ്ലക്ച്വേഷൻ വരാത്തതാണ്. അപ്പോൾ 23,000 രൂപ INR നമുക്ക് ക്യാഷ് കിട്ടുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടുന്നത് 23,000 രൂപ. 2500 ടോക്കൺ ഹാംസ്റ്റർ ടോക്കൺ ഉള്ള ഒരാൾക്ക് ഏകദേശം ഈ ഒരു എമൗണ്ടാണ് വരിക. ഇത് ഏകദേശമാണ്. ലിസ്റ്റിംഗ് ടൈമിൽ എന്തായാലും പ്രൈസ് വ്യത്യാസം വരാണ്ടിരിക്കില്ല. പ്രീ മാർക്കറ്റിലുള്ള ഈ പ്രൈസ് ആവണമെന്നില്ല. പ്രീ മാർക്കറ്റിൽ ഇപ്പോൾ ഇവർ പറയുന്ന പ്രൈസ് ആവില്ല ലിസ്റ്റിങ്ങിൻ്റെ ടൈമിൽ. നമ്മളിപ്പോൾ ബൈബിറ്റിൽ ഇവർ പറയുന്ന ഒരു പ്രീ മാർക്കറ്റ് എമൗണ്ട് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളൂ. ഏകദേശം ഈ ഒരു എമൗണ്ടാണ് വരിക.
അപ്പോൾ ഇത്രയും കാലം കളിച്ച എല്ലാവർക്കും നല്ലൊരു കോയിൻ കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇതിൽ നല്ല നല്ല രീതിയിൽ കളിച്ച ആൾക്കാർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. പലർക്കും 50,000 ടോക്കൺസും അതിൻ്റെ മീതിക്കൊക്കെ കയറിയിട്ടുള്ള ആൾക്കാർ അറിയാം. അപ്പോൾ അവർക്കൊക്കെ നല്ല ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിത് ജസ്റ്റ് കളിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അധികം ഫ്രണ്ട്സിനൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2,500 ഏകദേശം 10-20,000 കുഴപ്പമില്ല, നല്ലൊരു എയർ ഡ്രോപ്പാണ് ഇൻസ്റ്റഗ്രാം തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാനൊന്നും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഇതിൽ ഈ കീ കളക്ട് ചെയ്ത ഇതെല്ലാം നമ്മൾ കീ ജനറേഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ബാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. പലർക്കും ബാനായി പോയിൻ്റെ അക്കൗണ്ട് ഇതിപ്പോൾ ബാനാവാണ്ട് തന്നെ 2,521 ആംസ്റ്റർ ടോക്കൺ കിട്ടിയല്ലോ. അപ്പോൾ അതൊരു കുഴപ്പമില്ലാത്തൊരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 26-ാം തീയതി ലിസ്റ്റിങ്ങിൽ നമ്മുടെ ബിനാൻസിക്കാണ് നമ്മൾ ബിനാൻസ് എക്സ്ചേഞ്ചിലേക്കാണ് ടോക്കൺ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ബിനാൻസ് എക്സ്ചേഞ്ചിൽ വരും. എക്സ്ചേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിൽ നിന്ന് എങ്ങനെ സെല്ല് ചെയ്ത് USDT ആക്കി മാറ്റണം എന്നുള്ളതും USDTനെ നമ്മളെങ്ങനെയാണ് INR ക്യാഷ് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് വരിക എന്നുള്ളതും ഒരു വീഡിയോ നമ്മളടുത്ത് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ബിനാൻസിൻ്റെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് ടോക്കൺ വരുത്തുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മളിത് എങ്ങനെ സെല്ല് ചെയ്ത് ക്യാഷാക്കി മാറ്റുക എന്നുള്ള വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.